ജസ്ന മറിയ ജെയിംസ് ഇനി മടങ്ങി വരില്ലെന്നാണോ? കേരളക്കര ഒറ്റക്കെട്ടായി ചോദിക്കുന്നു. ജസ്ന എവിടെ? ഇതിന്റെ ഉത്തരം അറിയാവുന്ന മേലുദ്യോഗസ്ഥർ അത് മറച്ചു വെക്കുകയാണോ? കാരണം ജസ്ന തിരോധാനം അന്വേഷിച്ച പത്തനംതിട്ട SP ആയിരുന്ന സൈമണും ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ADGP ടോമിൻ തച്ചങ്കരിയും ജസ്ന എവിടെയാണെന്ന് തങ്ങൾക്കറിയാമെന്നും കയ്യെത്തും ദൂരത്തു തന്നെയുണ്ട് എന്നും പറഞ്ഞ് പ്രതീക്ഷ വാക്കുകൾ ചൊരിഞ്ഞ കക്ഷികളാണ്. പ്രതീക്ഷയുള്ള ഒരു കേസിൽ നിന്നും പരമോന്നത അന്വേഷണ ഏജൻസിയായ CBI വരെ കൈവിട്ടുപോയ കേസായി ഇത് മാറിയത് എങ്ങനെയാണ്? 5 വർഷം മുൻപ് കാണാതെ പോയ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? 2018 മാർച്ച് 22-ന് പത്തനംതിട്ട വെച്ചൂച്ചിറയിലെ വീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടി മുണ്ടക്കയത്തെ ബന്ധു വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. ഫോൺ എടുക്കാതെയാണ് ജസ്ന പോയത്. ഇത് മനഃപൂർവ്വം എടുക്കാഞ്ഞതോ മറന്നു വെച്ചതോ എന്ന സംശയം നിഴലിക്കുന്നു. എന്തായാലും അതുവഴി ജസ്നയെ കണ്ടെത്താനുള്ള ഒരു വലിയ സാധ്യതയാണ് അടഞ്ഞുപോയത്. എരുമേലി വരെ ബസ്സിൽ എത്തിയത് കണ്ടവരുണ്ട്. ജസ്ന സഞ്ചരിച്ച ബസ്സിൽ പോപ്പുലർ ഫ്രണ്ട് സംഘടനയിലെ ആളുകളുടെ സാന്നിധ്യം കണ്ടതായി സംശയമുണ്ടായിരുന്നു. ഇത് എത്രത്തോളം വാസ്തവമാണ്? എന്തായാലും ജസ്ന എവിടെ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമില്ലാതെ രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയും പിൻവലിയുകയാണ്. ജസ്നയുടെ തിരോധാനം സംബന്ധിച്ച കേസ് അന്വേഷണം CBI അവസാനിപ്പിച്ച് അവരും തോൽവി സമ്മതിച്ചെന്ന വാർത്ത പരന്നപ്പോൾ 2005-ൽ ആലപ്പുഴയിൽ നിന്നും കാണാതായി പോയ രാഹുലിന്റെ തിരോധാനം സ്മരിക്കാതിരിക്കാൻ വയ്യ. സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയായിരുന്ന 7 വയസ്സുകാരൻ പെട്ടെന്ന് അവരുടെ ഇടയിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. ഒരു തീരാ നോവാണ് ഇന്നും രാഹുൽ. 2014-ൽ കുട്ടിയെ കണ്ടെത്താനാകാത്തതിനാൽ കേസ് അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് CBI കോടതിക്ക് ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ 1992-ൽ നടന്ന സിസ്റ്റർ അഭയ കേസിലും കൊലപാതകം കണ്ടെത്താൻ കഴിയാത്തതിനാൽ പലതവണ CBI ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. എന്നാൽ കോടതി ഇത് തള്ളുകയും തുടർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതും കൊണ്ട് മാത്രം പ്രതികളെ കണ്ടെത്തുകയായിരുന്നു. ജസ്ന തിരോധാന കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ തുടർ അന്വേഷണം നടത്താമെന്നൊക്കെയാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. ജസ്നയുടെ ബന്ധുക്കൾക്കോ അടുത്ത സുഹൃത്തിനോ തിരോധാനത്തിൽ പങ്കില്ലെന്ന് CBI കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ കോടതിയുടെ തീരുമാനം എന്താകുമെന്നുള്ളത് നിർണായകമായ ഒന്ന് തന്നെയാണ്. ജസ്നയെ കണ്ടെത്താനുള്ള സംസ്ഥാന പോലീസിലെ വിവിധ സംഘങ്ങളുടെ അന്വേഷണം വിജയിക്കാതിരുന്നതോടെ 2021-ലായിരുന്നു CBI കേസ് ഏറ്റെടുത്തത്. കേസിന്റെ കൈമാറ്റഗതി ഇങ്ങനെയായിരുന്നു. തിരുവല്ല DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ തുമ്പ് കിട്ടാതെ വന്നതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ADGP ടോമിൻ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട SP KG സൈമൺ അന്വേഷിച്ചിട്ടും കേസിൽ നിരാശയായിരുന്നു ഫലം. ചില നിർണായക വിവരം ലഭിച്ചെന്ന് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ തച്ചങ്കരി പിന്നീട് അതേപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ല. അത് തെളിയിക്കാനും കഴിഞ്ഞില്ല. ഒടുവിൽ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചാണ് CBI അന്വേഷണത്തിന് ഉത്തരവ് നേടിയത്. പ്രതീക്ഷ നൽകും വിധം ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന സൂചന ലഭിച്ചെന്നായിരുന്നു കേരള പോലീസിന്റെ അന്നത്തെ കണ്ടെത്തൽ. എന്നാൽ അത് സംബന്ധിച്ച് തെളിവൊന്നും ലഭിച്ചില്ലെന്നാണ് CBI നിലപാട്. അതുപോലെ തന്നെ നിർണായകമായ ആദ്യ 48 മണിക്കൂറിൽ കേരള പോലീസ് ഒന്നും തന്നെ ചെയ്തില്ലെന്നും ഒരാഴ്ച കഴിഞ്ഞാണ് അന്വേഷണം ഊർജിതമാക്കിയതെന്നും CBI കുറ്റപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും അന്വേഷിച്ച ശേഷമാണ് കേസ് അവസാനിപ്പിക്കുന്നതെന്ന് CBI അധികൃതർ പറയുന്നുണ്ട്. സംശയിച്ച 2 പേരെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കി. ജയിലിലെ ചില തടവുകാരെയും CBI ചോദ്യം ചെയ്തു. ഇതിനിടയിൽ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാമെന്ന് കൊല്ലം ജില്ലാ ജയിലിലെ സഹതടവുകാരൻ തന്നോട് പറഞ്ഞതായി പൂജപ്പുര ജയിലിലെ ഒരു തടവുകാരൻ വെളിപ്പെടുത്തിയിരുന്നു. പൂജപ്പുര ജയിലിലെ തടവുകാരനെ CBI ചോദ്യം ചെയ്തെങ്കിലും കൊല്ലത്തുണ്ടായിരുന്ന തടവുകാരനെ കണ്ടെത്താനും കഴിഞ്ഞില്ല. ജസ്നയെ കണ്ടെന്ന അവകാശവാദവുമായി വിവിധ ഇടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ എത്തിയിരുന്നു. എന്നാൽ അതൊന്നും അന്വേഷണത്തിന് ഗുണകരമായില്ല എന്ന് തന്നെ പറയാം. വെച്ചൂച്ചിറ പോലീസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ആകെയുള്ള പിടിവള്ളി CCTV ദൃശ്യങ്ങളായിരുന്നു. അതിൽ മുണ്ടക്കയത്തിനുള്ള ബസ്സിൽ ജസ്ന ഇരിക്കുന്നതായി കാണുകയും ചെയ്തു. എന്നാൽ അത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞതുമില്ല. സുഹൃത്തിനൊപ്പം പോയതാണെന്നുള്ള പ്രചാരണത്തെ തുടർന്ന് സഹപാഠിയെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമില്ലെന്ന് ബോധ്യപ്പെടുകയായിരുന്നു. ജസ്നയെക്കുറിച്ച് വിവരം നൽകാൻ പോലീസ് പൊതുസ്ഥലങ്ങളിൽ പെട്ടികൾ സ്ഥാപിച്ചിരുന്നു. ഇതിലെ സൂചനകൾ തേടിപ്പോയ പോലീസ് 100 കണക്കിന് ആളുകളെ ചോദ്യം ചെയ്യുകയും ചെയ്തു. 10,000-കണക്കിന് ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. 2 ലക്ഷത്തോളം ഫോൺ നമ്പർ ശേഖരിച്ചു. 4,000-ഓളം ഫോൺ നമ്പർ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കേരളത്തിന് പുറത്ത് കൊടക്, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നേരിട്ട് പോയി അന്വേഷണം നടത്തി. ജസ്നയ്ക്കായി CBI ഇന്റർപോൾ മുഖേന 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ജസ്ന വിദേശ രാജ്യത്തുണ്ടെന്ന വാദവും ഇതിനിടെ ഉയർന്നു. എന്നാൽ അതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല. ഇതിനിടെയാണ് ചില തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് ജസ്നയുടെ പേര് പുറത്തു വന്നത്. മതം മാറി ജീവിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു.
എന്നാൽ ഇക്കാര്യത്തിലും സ്ഥിരീകരണം ഇല്ലാതെയാവുകയാണ്. ദുരൂഹത മാറാത്ത ഈ സംഭവത്തിൽ ഇനിയും ചോദ്യങ്ങൾ ബാക്കിയാണ്. മരിച്ചെങ്കിൽ മൃതശരീരം എവിടെ? ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടെത്താനാകാത്തത് എന്തുകൊണ്ടാണ്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.